ഈ വേദിയിലുള്ള ബഹുമാന്യരായ നിയമസഭയിലെ എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ വി മുരളീധരൻ അവർ, നമ്മുടെ മുൻമന്ത്രിയും കേരള ജനസമൂഹത്തിന് മുമ്പിൽ നല്ല ത്രസിപ്പിക്കുന്ന വ്യക്തിത്വം ഉണ്ടാക്കിയിട്ടുള്ള ശ്രീ സി ദിവാകരൻ, മാധ്യമ ലോകത്തിൻ്റെ ഒരു ബഹുമാന്യനും അധികായനുമെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ശ്രീ കെ പി മോഹൻ അടക്കം നമ്മളുടെ സ്നേഹനിധിയായ ഏറ്റവും ശക്തമായ രൂപത്തിൽ മാധ്യമത്തെ വിനിയോഗിച്ചിട്ടുള്ള ശ്രീ ശക്തിധരൻ, നമ്മുടെ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, സീനിയറായിട്ടുള്ള മാധ്യമ സഹോദരന്മാർ, സ്നേഹിതരെ, യഥാർത്ഥത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ഒരു പരിച്ഛേദം ഇവിടെ ഉണ്ട് എന്നെനിക്കറിയാം. മാത്രമല്ല ശ്രീ കെ ജിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ, അവരുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ നന്നായിട്ട് ഇവിടെ സംസാരിക്കാൻ കഴിയുന്ന ആളുകളും ഇവിടെ ഉണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിന് ശക്തമായ രൂപത്തിൽ പിന്തുണ കൊടുത്തിട്ടുള്ള സീനിയർ ജേർണലിസ്റ്റുകൾ, അവരേറെക്കുറെ എത്താൻ കഴിയുന്ന ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ബഹുമാന്യനായ ശ്രീ കെ ജി, അദ്ദേഹത്തെക്കുറിച്ചുള്ള എത്രയോ അനുസ്മരണമാണ് ഈ തലസ്ഥാന നഗരിയിലുള്ളത് എന്ന് ഞാൻ പറയേണ്ടതില്ല. എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് എന്നും നിന്നിട്ടുള്ളത്. അദ്ദേഹം ഞങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട്, അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ ഞങ്ങളെ ശാസിച്ചിട്ടുണ്ട്, അദ്ദേഹം ഞങ്ങളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. ഒരു തലമുറയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ബഹുമാന്യനായ ശ്രീ കെ ജി അവർ എടുത്തിട്ടുള്ള നടപടികൾ ഈ സമൂഹത്തിൻ്റെ വിവിധ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ നിമിഷങ്ങൾ ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിങ്ങുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയും ചെയ്യുകയാണ്. താമസിച്ചെത്തിയത് കൊണ്ട് എനിക്ക് ഒന്നൊന്നായി അത് ഇവിടെ സൂചിപ്പിക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ പിന്നീട് സംസാരിച്ചുകൊള്ളാം, ബഹുമാന്യരായ അതിഥികൾ സംസാരിക്കട്ടെ എന്നൊരു നിർദ്ദേശം തന്നെ വെച്ചത്. ശ്രീ കെ ജി എനിക്ക് വ്യക്തിപരമായി ചെയ്ത സഹായം ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്നത് കേരളകൗമുദിയിലെ പത്രാധിപരുടെ വീട്ടിൽ ഞങ്ങൾ 2-3 ആളുകൾ, വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഞാൻ ഒഴിച്ച്, എല്ലാവരും അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഞാൻ മറക്കുന്നതേയില്ല. അദ്ദേഹം എടുത്ത നിലപാടുകൾ നമുക്ക് മറക്കാനും കഴിയില്ല. ഞാനന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നമ്മൾ കാലാകാലമായി മാറിയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലെല്ലാം കെ ജി ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഉപദേഷ്ടാവായി നിന്നിട്ടുണ്ട്. ഞാനതിൻ്റെ ഇൻസ്റ്റൻസുകളൊന്നും പറയുന്നില്ല. സത്യം പറഞ്ഞാൽ പലർക്കും ഞങ്ങൾക്ക് തന്നെ വളരെ വളരെ ഉത്സാഹം തോന്നുന്ന, ചില സന്ദർഭത്തിൽ ദുഃഖം തോന്നുന്ന ഒത്തിരി നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങൾക്കൊരു ഗാർഡിയനെ പോലെയാണ് നിന്നത്, ഒരു തലമുറയ്ക്ക് ഗാർഡിയനായി നിന്ന വ്യക്തിയാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. തിരുവനന്തപുരത്ത് അന്ന് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ചുരുക്കം ചില പത്രമാധ്യമ പ്രവർത്തകരിലെ പ്രധാനിയായിരുന്നു നമ്മളുടെ പ്രിയപ്പെട്ട കെ ജി എന്ന് ഞാൻ ഓർക്കുകയാണ്. ചിരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോഴും വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ ത്രസിപ്പിക്കുന്ന ചിന്തകൾ ഉണ്ടാകാറുണ്ട്. ശ്രീ കെ ജി വളരെ നിഷ്കളങ്കനായിരുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ല. അദ്ദേഹം നിസ്വാർത്ഥനായിരുന്നു എന്ന് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സമീപനം സ്നേഹമസൃണമായിരുന്നു എന്നുള്ള സത്യം അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ് അടക്കം ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അദ്ദേഹം ഒട്ടനവധി സഹായം നൽകിയിട്ടുണ്ട് എന്നെനിക്കറിയാം. അന്നൊക്കെ വലിയ കൂട്ടുത്തരവാദിത്തമുള്ള കൂട്ടുകുടുംബം പോലെ നടക്കുന്ന ഒരു സംവിധാനമായിരുന്നു നമ്മുടെ പ്രസ് ക്ലബിന്. ഞാനിവിടെ കയറി വന്നപ്പോൾ തന്നെ ആ കാലഘട്ടത്തിലെ പ്രമുഖന്മാർ 1-2 ആളുകൾ ഇവിടെ ഈ വേദിയുടെ തൊട്ട് താഴെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്. ആ കാലഘട്ടത്തിന് നല്ല ഊടും പാവും ഉണ്ടാകുവാൻ ശക്തമായ രൂപത്തിലുള്ള മാധ്യമ പ്രവർത്തനം, അതിന് എല്ലാ അർത്ഥത്തിലും അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി അനുസ്മരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി ആ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓണം വെട്ടി വരികയാണ്. ശ്രീ കെ ജി
ഞങ്ങൾക്ക് അതുപോലെ സഹായിയായിരുന്നു. അതുപോലെ എന്ന് ഞാൻ പറയുന്നത് ഒരു വാക്യാർത്ഥത്തിൽ മാത്രമല്ല, സാക്ഷാൽ അതുപോലെ ഞങ്ങൾക്ക് സഹായിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാവനമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ എല്ലാ വിധത്തിലുമുള്ള ആദരവുകളും അർപ്പിക്കുകയാണ്. ഈ സമൂഹത്തിന് അദ്ദേഹത്തിന് നല്ല രൂപത്തിലുള്ള പ്രതിബദ്ധതയുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹത്തെ സമൂഹം, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജനസമൂഹം ഒരിക്കലും മറക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതിനു മുമ്പിൽ എല്ലാ വിധത്തിലുള്ള എൻ്റെ ആദരവുകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം.